രാത്രി സമയം ഒരൊറ്റ മെസ്സേജ് നോക്കാൻ വേണ്ടി നമ്മൾ ഫോൺ എടുക്കുന്നു. പക്ഷേ പിന്നെ നമ്മൾ അറിയാതെ മണിക്കൂറുകളോളം നെഗറ്റീവ് വാർത്തകളും ദുരന്തങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരിക്കും. ഇതിനൊരു പേരുണ്ട്, ഡൂം സ്ക്രോളിംഗ്. വിവരങ്ങൾ തേടുന്നത് പോലെ തോന്നുമെങ്കിലും പലപ്പോഴും നാം തേടുന്നത് വിവരമല്ല, മറിച്ച് നമ്മുടെ ഭയങ്ങൾക്കും ആശങ്കകൾക്കും കൂടുതൽ ഇന്ധനം നൽകുന്ന ഉള്ളടക്കമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ വീണു പോകുന്നത്? സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചിരുത്താനാണ്. ഇതിനെ ഇൻഫിനിറ്റ് സ്ക്രോൾ എന്ന് പറയും. ഇതിന് ഒരു അവസാനമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ വിവരങ്ങൾ അറിയുകയാണെന്ന്, പക്ഷേ സത്യത്തിൽ ഇത് നമ്മുടെ ഉറക്കം കെടുത്തുന്നു, ആൻസൈറ്റി കൂട്ടുന്നു, മാനസിക സമാധാനം നശിപ്പിക്കുന്നു. ലോകം മുഴുവൻ തകരാൻ പോവുകയാണ് എന്നൊരു ഭയമാണ് ഇത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത്. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമീൻ ലെവലിനെ ഇതിനെ നെഗറ്റീവായി ബാധിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരു യുവതി ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് വാർത്തകൾ നോക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ 5 മിനിറ്റ് ഒരു മണിക്കൂറായി, പിന്നെ 2 മണിക്കൂറായി. ഓരോ രാത്രിയും അവൾ കൂടുതൽ വാർത്തകൾ വായിച്ചു. ലോകം മുഴുവൻ അപകടങ്ങളാൽ നിറഞ്ഞതാണെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ഉറക്കം കുറഞ്ഞു, മനസ്സമാധാനം നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ ലോകം മാറിയിരുന്നില്ല, മാറിയത് അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന വിവരങ്ങളായിരുന്നു. വിവരങ്ങൾ ആവശ്യമാണ്, പക്ഷേ വിവരങ്ങളുടെ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നത് ആവശ്യമല്ല. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഫോണിൽ ഒരു ടൈമർ വയ്ക്കുക. രാത്രി ഉറങ്ങുന്നതിനും 1 മണിക്കൂർ മുമ്പ് ഫോൺ ദൂരേക്ക് മാറ്റി വയ്ക്കുക. പുറത്തിറങ്ങി നടക്കൂ, പ്രിയപ്പെട്ടവരോട് സംസാരിക്കൂ. ജീവിതം സ്ക്രീനിൽ പുറത്തു തുടരുന്നുണ്ടെന്ന് ഓർക്കുക. എല്ലാ വാർത്തകളും അറിയുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ മനസ്സമാധാനം. സംരക്ഷിക്കുന്നത് നിങ്ങൾ എന്താണ് വായിക്കുന്നത് എന്നതിലുപരി അത് നിങ്ങളെ എന്താക്കി മാറ്റുന്നു എന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്.